കാരണം ശക്തമായ ഒരു ബി.ജെ.പിയുടെ ഒരു സംഘടനാ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നമ്മൾ കാണേണ്ടി വരുന്നത്. കാരണം അവര് ഇപ്പൊ പറഞ്ഞു വന്നപ്പോ ഇപ്പം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനുമായിട്ട് ഇപ്പൊ ഷോൺ ജോർജുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ നിന്ന് പ്രവർത്തിക്കും എന്ന് പറയുമ്പം അവർ മുൻകൂട്ടി ആളുകളോട് ഇന്ന മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടും, അത് നിർദ്ദേശം കൊടുക്കും. അത് മിക്കവാറും കഴക്കൂട്ടത്ത് വി മുരളീധരനോട് പറയും, നേമത്ത് ചന്ദ്രശേഖരനെ ആയിരിക്കും. ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പിക്ചറിൽ വരാതെ വേറൊരാളായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ പക്ഷെ ഓൾറെഡി അങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്തായാലും വി രാജേഷ് മേയറായിട്ട് അങ്ങ് പോകും. പിന്നെ അതേപോലെ തന്നെ കൃഷ്ണകുമാറിനോട് പാലക്കാട്, അല്ലെങ്കിൽ പിന്നെ മറ്റേവരോട് പ്രശാന്തിനോട് പാലക്കാട്, മലമ്പുഴ അങ്ങനെ കേന്ദ്രീകരിക്കാൻ പറയും. ഷൊർണൂർ അവർക്ക് ഒരു സാധ്യത കാണാൻ പറ്റും, നല്ല കാൻഡിഡേറ്റ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഷൊർണൂരുകാരൻ. ഷൊർണൂർ ഇപ്പോൾ അവർ ശക്തമായിട്ട് രംഗത്ത് വന്നു. അതേപോലെ തന്നെ കൊടുങ്ങല്ലൂര്, തൃശ്ശൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റുള്ള ചില മണ്ഡലങ്ങളിൽ, നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ കുറച്ച് സാധ്യതകൾ പരീക്ഷിക്കാവുന്ന, കായംകുളം ശോഭാ സുരേന്ദ്രനെ ചിലപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യാൻ പറയും. നഗരസഭ യു.ഡി.എഫിന്റെ കായംകുളം അല്ലെങ്കിൽ അമ്പലപ്പുഴ അല്ലേ. അങ്ങനെയുള്ള പിന്നെ കുറെ ആളുകളെ എനിക്ക് തോന്നുന്ന ഒരു 10-20 പേരെയെങ്കിലും ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ ഒരു വീടും റെന്റിന് എടുത്തിട്ട് അവിടെ താമസവും തുടങ്ങിയിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ പാറ്റേണിൽ പോയിക്കൊള്ളുന്നില്ല. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ തന്നെ അവർക്ക് വലിയ നേട്ടമാണ്. യു.ഡി.എഫിന് നേട്ടം ഉണ്ടായി, എൽ.ഡി.എഫിനും അല്ല എൻ.ഡി.എക്കും നേട്ടം ഉണ്ടായി. നഷ്ടം മുഴുവൻ എൽ.ഡി.എഫിനും പിന്നെ ഒരൊറ്റ പാർട്ടി നിർത്തി കഴിഞ്ഞാൽ CPM-നുമാണ് നഷ്ടം ഉണ്ടായിട്ടുള്ളത്. മറ്റവർക്കെല്ലാം നേട്ടമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ തൊടുപുഴയിലെ യു.ഡി.എഫ് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊടുപുഴയിൽ 9 സീറ്റുകൾ ബി.ജെ.പി നേടിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണമാണ് ജോസഫ് ഗ്രൂപ്പും ബി.ജെ.പിയും തമ്മിൽ ഒരു വോട്ട് കച്ചവടമാണ്. അതായത് വിജയ ജോസഫിന്റെ വോട്ടുകൾ മുഴുവൻ മുനിസിപ്പാലിറ്റിയിൽ പോവുക ബി.ജെ.പിക്കാണ് എന്ന് നമ്മൾ പറഞ്ഞത് നേരത്തെ തന്നെ. മലപ്പുറം ജില്ലയിലെ പിന്നെ എൽ.ഡി.എഫിന്റെ കയ്യിലുണ്ടായിരുന്ന മുനിസിപ്പാലിറ്റികളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ഇപ്പോൾ മനസ്സിലാവുന്നത്. പെരുന്തമണ്ണ മുനിസിപ്പാലിറ്റി എൽ.ഡി.എഫിന്റെ കയ്യിൽ കാലങ്ങളായിട്ടുള്ളതാണ്. പെരുന്തമണ്ണ നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി എൽ.ഡി.എഫിന്റെ കയ്യിലായിരുന്നു, അത് നഷ്ടപ്പെടുന്നു എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മുനിസിപ്പാലിറ്റിയിൽ യു.ഡി.എഫ് അധികാരം പിടിക്കുന്നു. അവിടെ 3 സീറ്റ് എൻ.ഡി.എ നേടുന്നുണ്ട്. തളിപ്പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അല്ല CPM-ന്റെ ഏറ്റവും, അതായത് എം പി ഗോവിന്ദമാഷിന്റെ മണ്ഡലം, മണ്ഡലമാണ്. അതിന് മുമ്പ് ജെയിംസ് മാത്യു MLA ആയിരുന്ന മണ്ഡലമാണ്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ്. കാരണം കാലിക്കട്ടിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്ന് പറയുമ്പോൾ കാലിക്കട്ടിലും ഒരു നല്ല മികച്ച വിജയം. കൊട്ടാരക്കരയിൽ പക്ഷേ പിന്നെ നമ്മുടെ ബാലകൃഷ്ണപിള്ളയുടെ ഗണേഷ് കുമാറിന്റെ പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന കൊട്ടാരക്കര പത്തനാപുരത്താണ് മത്സരിച്ച് വിജയിക്കുന്നുണ്ടെങ്കിൽ അവിടെ എൽ.ഡി.എഫിന് നല്ല ഭൂരിപക്ഷമാണ്. ഏകലും മറ്റേ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് അഭിമാനിക്കാം. കാരണം അദ്ദേഹത്തിന്റെ മുനിസിപ്പാലിറ്റി ഏകലും തൃക്കാക്കര ഇമാതിരി തോന്നിയാസം എല്ലാം കാട്ടിക്കൂട്ടിയിട്ടും യു.ഡി.എഫ് വിജയിച്ചു. അത് ആലോചിച്ച് ചോദിക്കുക. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, CPM-ന് വോട്ട് ചെയ്തില്ല തീരുമാനിച്ചു. തൃക്കാക്കരയെ പോലെ, അതായത് നമ്മൾ തൃക്കാക്കരയിൽ നിന്നാണ് പറയുന്നത്. തൃക്കാക്കരയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് വേറെ ഒരു മുനിസിപ്പാലിറ്റിയിലും ഭരണം അട്ടിമറിഞ്ഞില്ലെങ്കിൽ ഏതൊക്കെ മുനിസിപ്പാലിറ്റി ഭരിച്ചാലും ഇവിടെ ഭരിക്കണം എന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. അതാ നിലമ്പൂർ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ 26 സീറ്റ് യു.ഡി.എഫിന്, 6 സീറ്റ് എൽ.ഡി.എഫിന്, 26 സീറ്റ്. അവിടെ പിന്നെ അൻവറിന് ബാർഗനിങ് കപ്പാസിറ്റി വെറും സീറോയിലേക്ക് പോകുന്നു. 8 സീറ്റുകളിൽ ആര് കയറി വരുന്നു? എൻ.ഡി.എ കയറി വരുന്നു. കാരണം ഇത് CPM-നെ ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് എൻ.ഡി.എയുടെ വളർച്ച എന്ന് തന്നെ പറയേണ്ടി വരും. കാസർഗോഡ് പിന്നെ 2 സീറ്റ് അല്ല, എൻ.ഡി.എക്ക് 12 സീറ്റ്, യു.ഡി.എഫിന് 24 സീറ്റ്, എൽ.ഡി.എഫിന് 1 സീറ്റ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ എൽ.ഡി.എഫ് 12 സീറ്റ്, പിന്നെ എൻ.ഡി.എക്ക് ബി.ജെ.പി. നെടുമങ്ങാടൊക്കെ എൽ.ഡി.എഫ് തന്നെ നിലനിർത്തുന്നു. തിരുവല്ലയില് 7 സീറ്റ് പിന്നെ ബി.ജെ.പി കിട്ടുന്നുണ്ട്. 7 സീറ്റ്. തിരുവല്ലയെ സംബന്ധിച്ച് തിരുവല്ലയിൽ ഏറ്റുമാനൂർ 6 സീറ്റ് ബി.ജെ.പിക്ക്, 5 സീറ്റ് ഇടതുമുന്നണിക്ക്. ഏറ്റുമാനൂര് നമ്മുടെ വാസവന്റെ മണ്ഡലത്തില്. പാലയിൽ 11-10-5 പക്ഷെ 5 സ്വതന്ത്രന്മാരിൽ. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ 9 സീറ്റ് എൻ.ഡി.എക്ക്. അവിടെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ജോസഫിന്റെ ഒരു വോട്ട് കച്ചവടം ബി.ജെ.പിക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിന്റെ മണ്ടന്മാരാണ് ചില സ്ഥലങ്ങളിൽ, ഇവരെയൊക്കെ ചുമക്കേണ്ട വല്ല കാര്യമുള്ള ജോസഫ് മോൻസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ശരിയാക്കി വിടുക. അതിന്റെ ഒരു ആവശ്യമുള്ള ഒരു കാര്യമല്ല അത്.